ഒരു പർട്ടിക്കുലർ നേതാവ്, കോൺഗ്രസിന്റെ ഒരു നേതാവ് തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു വൈദഗ്ധ്യം നേടിയ ഒരാളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ ആ പ്രതിപക്ഷ നേതാവിന്റെ ആ അസുഖം ഇപ്പൊ മൊത്തം ആ പ്രസ്ഥാനത്തിലേക്ക് പടർന്നിരിക്കുകയാണ്. ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പ് താണു വണങ്ങിയ നേതാവാണ് ഇപ്പൊ ഡീലിനെ പറ്റി പറയുന്നത്. കേരളത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് ഇവർക്ക് പറയാനുള്ള അവർക്കത് പറയാനുള്ള ധൈര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഏത് വലിയ കാറ്റ് വന്നാലും അതിനെ കരിമ്പാറ പോലെ നിന്ന് എതിർത്ത് അപ്പുറം കിടക്കാം. അതാണ് രാഷ്ട്രീയക്കാരന്റെ മനസ്സെന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്ക് ഇനി ഒരു 10-12 ദിവസം കൂടിയുണ്ട്. അടുത്ത 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിധിനിർണായകമായ ഒരു വിധിയെഴുത്തിലേക്കാണ് ഈ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ സംസ്ഥാനം എങ്ങനെയായിരിക്കണമെന്നോ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിച്ചല്ലോ, ആ 10 വർഷക്കാലത്തെ ദോഷങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങൾ, നേട്ടങ്ങളുണ്ടെങ്കിൽ നേട്ടങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളിൽ നിന്നൊക്കെ കേരളം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് യാദൃച്ഛികമായി മാറുന്നതല്ല, വളരെ കൃത്യമായ ഒരു അജണ്ട. ആരൊക്കെയാണോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ നിയന്ത്രിക്കുന്നത് അവരുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നിർദ്ദേശാടിസ്ഥാനത്തിൽ ആ അജണ്ട നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്നലെ 2 ദേശീയ നേതാക്കൾ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അവർ രണ്ടുപേരും വന്നിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഡീലാണ്. അത് പറയുന്നതിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവുന്നില്ല. അത് അവർ ഡീലിനെ പറ്റി പറയുന്നു. അതിനൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ EDയും CBIയും വരുന്നില്ല. ഈ രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു നേതാവിന് അത്രയേറെ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഖാർഗെ ഇരുത്തമെന്നൊരു രാഷ്ട്രീയക്കാരനല്ലേ. ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ CBI കേസെടുത്തില്ലേ? ആ കേസ് കോടതിയിൽ നിലനിൽക്കാതെ വലിച്ച് ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞു കളഞ്ഞത് കോടതിയല്ലേ? അതവിടെ ഒരു ഭാഗം. അത് കഴിഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയോ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. ഏതെല്ലാം രീതിയിലുള്ള അന്വേഷണങ്ങൾ EDയും CBIയും നടത്തിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തിയാണ് ഇടതുപക്ഷം ഈ 2ാം ഭരണത്തിലേക്ക് കടന്നത്. അപ്പൊ ഇപ്പോഴും ഇവരുടെ വിഷമം അത് വരുന്നില്ല. 1. 2 ഡീലാണ്. എന്താ ഈ ഡീൽ എന്ന് പറയുന്നത്? BJPയുമായി നമ്മൾ സഖ്യമുണ്ടാക്കുന്നു, ഇടതുപക്ഷം സഖ്യമുണ്ടാക്കുന്നു. അതിനവർ പറയുന്ന ഒരു ഉദാഹരണം, അതേതായാലും ദേശീയ നേതാക്കൾ പറഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ്. തൃശ്ശൂരിൽ സ്ഥിരമായി ഇന്ന് ജയിച്ചിരുന്ന, തൃശ്ശൂരിലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിന്തുണ കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്ന അവിടുത്തെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MPയെ അവിടുന്ന് മാറ്റി നിർത്തി, തെരുവിലിറക്കി നിർത്തിയിട്ട് വേറൊരു സ്ഥലത്തുണ്ടായിരുന്ന MP അവിടെ കൊണ്ടുവരും. എന്നിട്ടോ തോൽക്കുന്നു മാത്രമല്ലല്ലോ, കയ്യിലുണ്ടായിരുന്ന വോട്ട് ഇന്ന് ലക്ഷക്കണക്കിന് വോട്ട് ഇല്ലാതാവും. ഇടതുപക്ഷത്തിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന വോട്ട് കുറയുന്നില്ല, കൂടുന്നു. 15,000 വോട്ട് കൂടുന്നു. അപ്പോഴും കോൺഗ്രസ് പറയുന്നത് അതൊരു വല്ലാത്ത കണക്കായോ. കോൺഗ്രസ് പറയുന്നത് ഡീലാണ് BJPയുമായിട്ട്. കയ്യിലിരുന്ന വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം. വാർഡ് അടിസ്ഥാനത്തിൽ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ UDFന്റെ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ എവിടാ പോയത്? ഇത് അറബിക്കടലിൽ നിന്നും മുങ്ങിപ്പോകില്ലല്ലോ. അപ്പൊ അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞ് ഒരു BJP MPയെ തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രിയെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും സഹായിച്ചതിന് ശേഷം ഇപ്പൊ അതും LDFന്റെയും BJPയുടെയും ഡീലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഒരാള്, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു നേതാവ്, അദ്ദേഹത്തിനായിരുന്നു ഈ ഇലക്ഷന്റെ ചാർജ്, ഇവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ. അദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? ചാർജ് എടുത്തു കഴിഞ്ഞപ്പോ ആ കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി BJPക്ക് പോയി. പ്രധാനമന്ത്രി പോലും അതിനെ പറ്റിയിട്ട് പ്രശംസിച്ചു. ആ പ്രശംസ അർഹിക്കുന്ന ആളാണ് ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അങ്ങനെയുള്ള ആളും പറയുകയാണ്, അങ്ങനെ BJPക്ക് ഒരു കോർപ്പറേഷൻ കയ്യിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നടക്കുമ്പോ അവിടെ ഡീൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആരും പറയണ്ടല്ലോ. എന്നിട്ടും അദ്ദേഹം തിരിച്ചു പറയുകയാണ് ഇങ്ങനെയാണ് ഡീലെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്, ഇത് വൈദ്യുചന്ദ്രന് ഈ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും പറയുന്നതിന്റെ ഒരു വാസ്തവത്തിൽ എന്ത് ഊന്നി നിന്നിട്ടാണോ, സത്യസന്ധതയുടെ പ്രശ്നമാണോ, അതോ മനഃപൂർവ്വമായി ശ്രദ്ധ തിരിച്ചുവിടാനാണോ? എന്താണ് താങ്കൾക്ക്? അല്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത് നമ്മളിപ്പോ കുറെ നാളായിട്ട് ഇത് നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ്. ഒരു പർട്ടിക്കുലർ നേതാവ്, കോൺഗ്രസിന്റെ ഒരു നേതാവ് തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു വൈദഗ്ധ്യം നേടിയ ഒരാളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ്.
ഇപ്പൊ ആ പ്രതിപക്ഷ നേതാവിന്റെ ആ അസുഖം ഇപ്പൊ മൊത്തം ആ പ്രസ്ഥാനത്തിലേക്ക് പടർന്നിരിക്കുകയാണ്. കാര്യം നുണ പറഞ്ഞ് ബി ജെ പി ആണ് ഇത് സാധാരണ ചെയ്യുന്നത്. ബി ജെ പിക്ക് നുണ പറയുന്ന ഒരു ശീലമാണ്. അവര് വ്യാജമായ നറേറ്റീവ്സ് ഉണ്ടാക്കിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വ്യാജമായ ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഒരു എലക്ഷൻ ജയിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഇറങ്ങിത്തിരിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. ഇവിടെ രാഷ്ട്രീയം പറയാം, എന്തെല്ലാം പറയാനുണ്ടാവും. ഒരു 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 പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയേണ്ടതായ രാഷ്ട്രീയപരമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി വികസനം എന്നൊരു വിഷയം, കേരളത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് ഇവർക്ക് പറയാനുള്ള അവർക്കത് പറയാനുള്ള ധൈര്യമില്ല. ഒരിടത്ത് പിന്നെ തൃത്താലയിൽ ഇപ്പൊ ഞാൻ കണ്ട ഒരു വാർത്തയാണ്. തൃത്താലയിൽ പിന്നെ അവിടെ മത്സരിക്കുന്ന പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം എക്സൈസ് എം പി രാജേഷ്, അദ്ദേഹം വെല്ലുവിളിച്ചു എതിർ സ്ഥാനാർത്ഥിയോട്, നമുക്ക് ചർച്ച ചെയ്യാം, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, ഇവിടുത്തെ കാര്യം. ആ എം പി പിന്നെ ബി ടി ബാലറാം എന്ന് പറയുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് അതിനോട് യാതൊരു പിന്നെ താല്പര്യമില്ല. അവർക്ക് അത്തരം കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അവർക്ക് വികസനത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. അവർക്ക് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ. സതീശന്റെ പ്രസംഗം കേൾക്കാറില്ലേ? ഞങ്ങൾ ഇതെല്ലാം സസ്പെൻസ് വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഈ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അയാൾക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നെ ഇത്തരം ഒരു കള്ളം പറഞ്ഞ് ശീലിക്കുക, ആ കള്ളം പറഞ്ഞ കള്ളത്തിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ള ഏതോ ഒരു മൂഢസ്വർഗത്തിലാണ്. ഇന്ന് കൃത്യമായി മുഖ്യമന്ത്രി അതിന് പിന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിനെങ്കിലും മറുപടി പറയാമെന്നുള്ളതാണല്ലോ നമ്മൾ കാണേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധി ആയാലും ശരി, ഖാർഗെ ആയാലും ശരി, അവർക്കൊരു പിന്നെ അവർ ദേശീയ തലത്തിൽ തീർച്ചയായിട്ടും ഒരു പാർലമെന്റിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന രണ്ട് നേതാക്കന്മാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രതിപക്ഷത്ത് നിന്ന് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ മോദിയോട് കൃത്യമായി ചോദിക്കുന്നവരാണ്. പക്ഷെ അവർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു കടലാസ് നോക്കി വായിക്കുന്ന പോലെയാണ് അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇ ഡി വരാത്ത എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി, ഒരുപക്ഷെ ഇന്ത്യയിൽ ഇ ഡിയെ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരാൾ, അതിൻ്റെ ഒരു വിക്റ്റിമായിട്ടുള്ള ഒരാൾ, ഈ പിന്നെ നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിക്റ്റിമായ ഒരാള് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല, ജയിലിലിടുന്നില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് വി ഡി സതീശനും കേരളത്തിലെ കെ പി സി സിയിലെ നേതാക്കന്മാരും എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതേപടി പറയാനാണ് രാഹുൽ ഗാന്ധിയും പിന്നെ ഖാർഗെയൊക്കെ വരുന്നതെങ്കിൽ ഇവരെ ദേശീയ നേതാക്കൾ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്താണ്? അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നേരത്തെ നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് തലസ്ഥാനത്ത് ഭരിച്ചിരുന്ന ബി ജെ പി ഇതര ഗവൺമെന്റ് കേജ്രിവാളിന്റെ ഗവൺമെന്റിനെതിരെ പരാതി കൊടുത്തത്. അതെ അതെ. ആ പരാതി എഴുതി കൊടുത്തത് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ ചൗധരിയാണ്. അതെ. അതിന്റെ പേരിൽ കേസ് വരുന്നു, കേന്ദ്രത്തിന് ഇടപെടാൻ അവസരം കിട്ടുന്നു, അവരിടപെടുന്നു, മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യുന്നു. അവര് അഴിമതിക്കാരാണെന്നുള്ളതിന്റെ പേരിൽ ജനം തിരിച്ചു വിധി എഴുതുന്നു. തിരിച്ച് അധികാരത്തിൽ വന്നവരാണ് ബി ജെ പി ആണ്. അപ്പൊ കൃത്യം, അത് മാത്രമല്ല, കോൺഗ്രസിന് കിട്ടിയ എം എൽ എയുടെ എണ്ണം പൂജ്യമാണ്. അപ്പോ ഒരു എം എൽ എ പോലും നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കൃത്യമായി ബി ജെ പിക്ക് എതിരെ നിന്നിരുന്ന ഒരു ഗവൺമെന്റിനെ താലത്തിലെടുത്ത് ബി ജെ പിയുടെ മുന്നിൽ കൊണ്ട് സമർപ്പിച്ച ഏർപ്പാടാണ് കോൺഗ്രസ് ഡൽഹി ചെയ്തത്. വർഷങ്ങൾ ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി കോൺഗ്രസ്. ഷീലാ ദീക്ഷിത് എത്രയോ തവണ ഭരിച്ചതാണ്, നല്ല നേതാക്കളുമായിരുന്നു, പറയാതിരിക്കാൻ തരവില്ല. പക്ഷെ അപ്പൊ അങ്ങനെ ഈ അജണ്ട ഒന്നും കഴിഞ്ഞാലും ഇവര് പഠിക്കില്ലെന്നുള്ളതിലാണ്. ഇവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന കമ്പ് മുറിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത. ഇപ്പൊ സ്വന്തം മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ അഖിലേഷ് യാദവ് കനിയണമല്ലോ. അല്ലാതിരുന്നപ്പോ ഓടി ഇവിടെ വന്നല്ലോ നമ്മുടെ വയനാട്ടിൽ. അങ്ങ് അമേഠിയിൽ നിന്നും റായ്ബറേലിയിലും ഒന്നും അല്ല, അവിടെയൊന്നും രക്ഷയില്ലാതെ വന്നപ്പോ ജയിക്കണമെങ്കിൽ നമ്മുടെ വയനാട്ടിൽ വരണമായിരുന്നു. ഇപ്പൊ തിരികെ പോകാൻ വന്നത് അഖിലേഷ് യാദവ് കൂട്ടിനുള്ളത് കൊണ്ടാണ്. ഇതാണ് ഈ ദേശീയ എന്ന് പറയുന്ന വലിയ ദേശീയ നേതൃത്വത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ആരോപണം വളരെ ഗൗരവതരമാണ്. ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പ് താണു വണങ്ങിയ നേതാവാണ് ഇപ്പൊ ഡീലിനെ പറ്റി പറയുന്നത്. ഈ ഗോൾവർക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഈ ഇന്ത്യൻ സംസ്കാരത്തിനോട് കാണിച്ചിരിക്കുന്ന ഒരു എന്താ നമ്മൾ പറയുന്നത്, അതിനൊരു ക്രൂരത എന്നൊന്നും പറഞ്ഞാൽ അത് ആ സംസ്കാരത്തിനെ തകർത്ത് ഈ രാജ്യത്തിന്റെ തനിമ ഇല്ലാതാക്കുന്ന, ഈ ജനതയുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്ന, മുഴുവൻ വിശ്വാസ പ്രമാണങ്ങളെയും തകർക്കുന്ന അത്തരം ഒരു നീക്കത്തിന്റെ കൂടെ പോയി നിന്ന്. അപ്പൊ മുമ്പ് ഇദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. ഗോൾവർക്കറും പഠിച്ചത് ഗീബൽസിന്റെ തന്ത്രങ്ങളിൽ നിന്നാണ്. അപ്പൊ അതേ ഗീബൽസിന്റെ തന്ത്രം തന്നെ വളരെ കൃത്യമായിട്ടാണ്. അപ്പോ എന്തു പഠിച്ചോ, അപ്പൊ ഗുരുവിനെ ഒന്ന് വണങ്ങുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് വേണമെങ്കിൽ ഗോൾവർക്കറെ വണങ്ങിയതിനെ പറ്റി പറഞ്ഞുകൂടെ? ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ വിമർശിച്ചത് അമിത്ഷായുടെ ഗുഡ് ബുക്സിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന്.
പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ കേരളത്തിലെ LDF-നെ പോലെ ഇത്ര കൃത്യമായി ശക്തമായി ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു ഇല്ല, അത് പ്രസ്ഥാനത്തിന്റെ നേതാവ്. കൃത്യമല്ല. നമ്മൾ കർണാടകത്തിൽ ഈ BJP-ക്കെതിരെ സംസാരിക്കാനായി പിണറായി വിജയനെ കയറ്റില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് BJP. അതെ. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കയറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്കറിയാവില്ല എന്താണ് BJP-യുടെ ഇവിടെ ഈ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ച് ഒരു നയാ പൈസ പോലും കൊടുക്കാതെ ഈ 10 വർഷമായി ഒരു ഗവൺമെന്റിനെ, ഒരു കേരളത്തിന്റെ ജനതയെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഇരിക്കുന്നത്. ഇവർക്ക് യാതൊരു പരാതിയില്ല. ഈ കോൺഗ്രസിനോ VD സതീശനോ ഒരു പരാതി പോലും BJP-യെ കുറിച്ചില്ല. ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ അക്കാഡമിക് ആയിട്ട് തന്നെ ഈ VD സതീശന്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കൽ പോലും BJP-യെ വളരെ ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വാക്ക് പോലും ഞാൻ VD സതീശൻ പറഞ്ഞു കേട്ടിട്ടില്ല. അയാൾ പറയുന്ന മുഴുവൻ പിണറായി വിജയനെയും CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അയാൾ ഒരിക്കലും BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത്രയും ഒരു സത്യസന്ധത സതീശൻ കാണിക്കുന്നുണ്ട്, നല്ല കാര്യം. അതുണ്ട് അതുണ്ട്. കാരണം ഈ ഗോൾവർക്കറെ താണി വണങ്ങി അല്ല, സതീശൻ അതേ പറ്റുള്ളൂ. വോട്ട് വഴങ്ങി. ഏറ്റവും വലിയ തമാശ സതീശൻ പറഞ്ഞ ഞാനൊരു നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്നാണ്. അതുപോലൊരു തമാശ ഞാൻ കേട്ടിട്ടേ ഇല്ല. അല്ല, ഏതാണെങ്കിലും ഒരു കാര്യമുണ്ട്. ഇപ്പൊ അവസാനം നമ്മൾ കാണുന്ന കാര്യം, സതീശന്റെ മുഖം വിൽക്കാനാവില്ല എന്ന് അതെ. കോൺഗ്രസിന് ബോധ്യപ്പെട്ടു. മനസ്സിലായി. അതുകൊണ്ട് അവർ മനഃപൂർവ്വമായി ചർച്ച തുടങ്ങി. അതെ, ആരായിരിക്കണം മുഖ്യമന്ത്രി? ഏതാണ് രണ്ട് സീനിയർ നേതാക്കളാണ്. ഒന്ന് സുധാകരൻ, മുൻ KPCC പ്രസിഡന്റ്, MP. വേറൊന്ന് PJ കുര്യൻ. എത്രയോ സ്ഥാനങ്ങളിൽ ഇരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ വരെയുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ലോക്സഭയിൽ എത്രയോ തവണ പോയ PJ കുര്യൻ. കൃത്യമായി രമേശിന്റെ പേര് പറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സതീശന്റെ മുഖം പുറത്തു കാണിക്കാനാവില്ലെന്നുള്ളതാണ്. ഇതിനി വിൽക്കാനാവില്ല എന്ന് വളരെ വ്യക്തമായി ക്രെഡിബിലിറ്റി പോയ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. തന്നെയല്ല, അതിന്റെ പേരിൽ പോയാൽ അസംബ്ലി ഇലക്ഷൻ തോക്കുമെന്ന് കൃത്യമായി കോൺഗ്രസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ രണ്ടുപേരും ഇത് പറഞ്ഞിരിക്കുന്നത്. വേറൊരു നേതാക്കൾ ചർച്ച പാടില്ലെന്നേ പറഞ്ഞുള്ളൂ. സതീശൻ മുഖ്യനാകൂ എന്ന് ആരും പറഞ്ഞില്ല. ഇതിന്റെ ചർച്ച ഇപ്പൊ വേണ്ട, നമ്മൾ ഇങ്ങനെയല്ലോ തീരുമാനിക്കുന്നത്. അപ്പോ ഈ കളവ് പറയുകയും കള്ളപ്രചരണം നടത്തുകയും ചെയ്യുന്ന അവരുടെ നേതൃത്വം തന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞുവെന്ന് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണത്തിന് 10-12 ദിവസം അവശേഷിക്കെ തന്നെ ഇതുപോലെ കൃത്യമായി പ്രകടമായി പരാജയം സമ്മതിച്ച ഒരു UDF അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി അങ്ങനെ സംബന്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയും ഒരു ഭയവും ആശങ്കകളും ഉള്ള ഒരു പിന്നെ ആ ഒരു മനോഭാവത്തോടെ ഒരു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ. അല്ല, ഏതെങ്കിലും ഒരു മുന്നണി ഇങ്ങനെ ആവുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഏത് വലിയ കാറ്റ് വന്നാലും അതിനെ കരിമ്പാറ പോലെ നിന്ന് എതിർത്ത് അപ്പുറം കിടക്കാം. അതാണ് രാഷ്ട്രീയക്കാരന്റെ മനസ്സെന്ന് പറയുന്നത്. സാധാരണക്കാരിൽ നിന്ന് രാഷ്ട്രീയക്കാരനെ മാറ്റി നിർത്തുന്നത് ഏത് കൊടുങ്കാറ്റ് വന്നാലും തെരഞ്ഞെടുപ്പ് സമയത്ത് അവൻ പുറകോട്ട് പോവില്ല. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പുറകോട്ട് പോയിരിക്കുന്നു. അത് വളരെ കൃത്യമായി ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളിൽ നമുക്ക് കാണാം. അതല്ലാതെ വേറൊന്നും നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതല്ലേ സത്യം? അതാണ്. മാത്രമല്ല ഇന്നിപ്പോ മുഖ്യമന്ത്രി പിന്നെ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിന് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് നിന്നതിന്റെ ഒരു കഥ ഇനിയെങ്കിലും അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുറന്ന് പറയുമോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കാണാമെന്ന് തോന്നുന്നു. കുറഞ്ഞ പക്ഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയപ്പെട്ട് കഴിയുമ്പോഴെങ്കിലും അത് പറയും, അത് പറയുമായിരിക്കും, ആശ്വസിക്കാം. അത് പറയും.